ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിലാൽ മോൻക്കന്നെ വേറൊരു കേക്കും കൂടി അവർ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. സ്പൈഡർമാൻ കേക്കിൻ്റെ കൂടെ തന്നെ നഴ്സറിയിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കേക്കും കൂടി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 1 kg റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. കാരണം നഴ്സറിക്കല്ല, അപ്പോൾ കുട്ടികൾക്ക് കളർഫുൾ ആകുമ്പോൾ ഒന്നുകൂടി ഇഷ്ടമാവുമല്ലോ വിചാരിച്ചിട്ട് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് സ്ക്വയറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മളന്ന് കൊടുത്ത സമയത്ത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് നഴ്സറിയിൽ ടീച്ചർ വരാത്ത കാരണം പിറ്റേ ദിവസമാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ കേക്ക് തിരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കാരണം കേക്ക് ഫ്രിഡ്ജിൽ ഒരു 3-4 ദിവസമൊക്കെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിക്കും. കാരണം പിന്നെ നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത കാരണം കൂടുതൽ ബേക്കറിയിലത്തെ പോലെ ഒന്നും അങ്ങനെ ഇരിക്കില്ല. 2 ദിവസമൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല, 3 ദിവസം ഒന്നും ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മളോട് മുന്നേ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസമൊക്കെ ഇരുന്നപ്പോൾ കേക്കിൻ്റെ ടേസ്റ്റ് കൂടിയിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസമാണ് ഇത് നഴ്സറിയിലേക്ക് കൊണ്ടുപോയത് കേട്ടോ. അപ്പം നമ്മുടെ കേക്കിൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ മേലെ നോസിൽ വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് മേലെ. അതേപോലെ കുട്ടിയുടെ നെയിമും എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.